ഇന്ത്യൻ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഒരു പേരും ഈ മനുഷ്യന്റെ പേരുപോലെ ഭയം വിതച്ചിട്ടില്ല. തമിഴ്നാടിന്റെയും കർണാടകയുടെയും കാടുകളിൽ 20 വർഷത്തോളം പേടിസ്വപ്നമായി മാറിയ കൊള്ളക്കാരൻ വീരപ്പൻ. ചിലർക്ക് അയാൾ വനത്തിന്റെ കാവൽക്കാരനായ റോബിൻഹുഡ് ആയിരുന്നു. മറ്റു ചിലർക്ക് അവരുടെ ഉറക്കം കെടുത്തുന്ന പിശാചും. 184 പേരെയാണ് അയാൾ നിഷ്കരുണം കൊലപ്പെടുത്തിയത്. അതിൽ പകുതിയിലധികം പേരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരുമായിരുന്നു. 2000-ഓളം ആനകളെ കൊന്നൊടുക്കി അവയുടെ കൊമ്പുകൾ കോടികൾക്ക് വിറ്റ് അയാൾ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ചന്ദനമരങ്ങൾ കടത്തിയും അയാൾ തന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെയും മുൻമന്ത്രി നാഗപ്പയെയും തട്ടിക്കൊണ്ടുപോയതും നാഗപ്പയെ പകൽ വെളിച്ചത്തിൽ കൊലപ്പെടുത്തിയതും വീരപ്പനെ സർക്കാരുകൾക്ക് ഒരു വലിയ തലവേദനയാക്കി. കർണാടക, തമിഴ്നാട് സർക്കാരുകൾ അവനെ പിടികൂടുന്നവർക്ക് 5 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും 20 വർഷക്കാലം 220 കോടി രൂപ ചെലവഴിച്ചിട്ടും ആ കൊടും കുറ്റവാളിയെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. 1952 ജാനുവരി 18-ന് കർണാടകയിലെ ഗോപിനാഥം ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് കസേ മുനിസ്വാമി വീരപ്പൻ ജനിച്ചത്. കന്നുകാലി വളർത്തുകാരായ കുടുംബമായതിനാൽ വീരപ്പൻ ചെറുപ്പത്തിൽ തന്നെ കാടുകളുമായി അടുത്തു. കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദന കടത്തുകാരനുമായിരുന്ന അവൻ്റെ അമ്മാവൻ സാൽവായി ഗൗണ്ടർ ആയിരുന്നു അവൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അങ്ങനെ കുറ്റകൃത്യങ്ങൾ കണ്ടാണ് അവൻ വളർന്നത്. അമ്മാവൻ്റെ സ്വാധീനം കാരണം വീരപ്പൻ വേട്ടക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചു. ആനകളെ വേട്ടയാടി പണമുണ്ടാക്കുന്നതിൽ അവന് താൽപ്പര്യം വന്നു. പ്രശസ്തനായ ആനക്കൊമ്പ് കടത്തുകാരൻ മലൂർ മമ്മട്ടിയാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ തോക്കുപയോഗിക്കാൻ അവൻ പരിശീലനം നേടി. 10ാം ക്ലാസ്സിൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയ വീരപ്പൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരാളായി മാറി. ആനകളെ കൊന്നു തുടങ്ങിയ അവൻ 17ാം വയസ്സിൽ ആദ്യമായി ഒരു മനുഷ്യനെ കൊന്നു, ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ. തുടക്കത്തിൽ അമ്മാവന് വേണ്ടി ജോലി ചെയ്തെങ്കിലും പിന്നീട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവൻ തീരുമാനിച്ചു. 18ാം വയസ്സിൽ ഒരു വേട്ടക്കാരുടെ സംഘത്തിൽ ചേർന്ന് അവൻ പതിയെ തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. വേഗത്തിൽ തന്നെ അവൻ സംഘത്തിന്റെ തലവനായി മാറി. കള്ളക്കടത്തിൽ നിന്ന് ലഭിച്ച വൻ പണം കാരണം വീരപ്പൻ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ കാട്ടിലെ പഴയ കള്ളക്കടത്തുകാർക്ക് ഇത് ഇഷ്ടമായില്ല. അവർ വീരപ്പനെതിരെ പോലീസിന് വിവരം നൽകി. ഇതോടെ അവന്റെ സമ്പത്തും പ്രശസ്തിയും കുറയാൻ തുടങ്ങി. ഇത് വീരപ്പനെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. തന്നെ ഒറ്റിക്കൊടുത്തവരെയും വഴിയിൽ വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അവൻ കൊന്നൊടുക്കി. കാട്ടിൽ തന്റെ സ്വന്തം ഭരണം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച വീരപ്പൻ മറ്റു കള്ളക്കടത്ത് സംഘങ്ങളെയും ഓരോന്നായി ഇല്ലാതാക്കാൻ തുടങ്ങി. ഓരോ കൊലപാതകത്തിലൂടെയും അവന്റെ ശക്തിയും പ്രശസ്തിയും അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോലും വ്യാപിച്ചു. ഭയം വിതച്ച് കാടിന്റെ സ്വന്തം രാജാവായി അവൻ വാണു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാടുകളുടെ ഓരോ ഇഞ്ചിലും അവന്റെ നിയന്ത്രണമായിരുന്നു. തന്റെ ക്രൂരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ 100-ലധികം അംഗങ്ങളെയുള്ള ഒരു സംഘത്തെ അവൻ രൂപീകരിച്ചു. ഈ സംഘം ദിവസങ്ങളോളം ഒളിഞ്ഞിരുന്ന് ആനകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ തലയ്ക്ക് വെടിവെച്ചു കൊല്ലും. തന്റെ ഈ വേട്ടയാടലിന് തടസ്സമുണ്ടാക്കിയ എല്ലാവരെയും, പോലീസുകാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും രഹസ്യവിവരം നൽകുന്നവരെയും അവൻ കൊന്നൊടുക്കി. ആനക്കൊമ്പ് വ്യാപാരത്തിലൂടെ വീരപ്പൻ കോടികൾ സമ്പാദിച്ചു. പക്ഷേ അതിൻ്റെ വില 2000-ഓളം ആനകളുടെ ജീവനായിരുന്നു. ആനകളുടെ എണ്ണം കുറഞ്ഞതോടെ സർക്കാരുകൾക്ക് തലവേദനയായി. അതുകൊണ്ടാണ് കർണാടകയും തമിഴ്നാടും വനങ്ങളിലെ പട്രോളിംഗ് വർദ്ധിപ്പിച്ച് ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇത് വീരപ്പന്റെ ബിസിനസ്സിന് വലിയ തിരിച്ചടിയായി. ആനക്കൊമ്പുപേക്ഷിച്ച് അവൻ ചന്ദനത്തടി കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞു. തന്റെ ജീവിതകാലത്ത് ഏകദേശം 10,000 ടൺ ചന്ദനത്തടി അവൻ മുറിച്ചുവിറ്റു. അതിൻ്റെ അന്നത്തെ മൂല്യം 100 കോടി രൂപയായിരുന്നു. വർഷങ്ങളോളം പോലീസ് വീരപ്പനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പോയ പലരും വീരപ്പന്റെ വെടിയേറ്റു വീണു. ഒടുവിൽ കർണാടക സർക്കാർ സത്യസന്ധനും സമർത്ഥനുമായ ഒരു ഉദ്യോഗസ്ഥനെ തേടി. അങ്ങനെയാണ് IFS ഓഫീസർ P. ശ്രീനിവാസ് രംഗപ്രവേശം നൽകിയത്. 1983 അദ്ദേഹം ചാമരാജനഗറിൽ DCF ആയി ചുമതലയേറ്റു.
3 വർഷത്തെ പരിശ്രമത്തിന് ശേഷം 1986 ബാംഗ്ലൂരിൽ വെച്ച് ശ്രീനിവാസ് വീരപ്പനെ അറസ്റ്റ് ചെയ്തു. അന്ന് ബാംഗ്ലൂർ നഗരം സാർക്ക് ഉച്ചകോടിക്കായി അതിഭയങ്കരമായ സുരക്ഷാ വലയം തീർത്തിരുന്നു. അതറിയാതെ വീരപ്പൻ പോലീസിന്റെ കൈകളിൽ അകപ്പെടുകയായിരുന്നു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യാനായി വീരപ്പനെ ബദീപാടയിലെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. അവിടെ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീരപ്പൻ ഒളിപ്പിച്ച ചന്ദനത്തടികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡുകളിൽ ടണ്ണുകണക്കിന് ചന്ദനത്തടി പിടിച്ചെടുത്തു. എന്നാൽ പോലീസിന്റെ വിജയം അധികം നീണ്ടുനിന്നില്ല. ഒരു ദിവസം പി ശ്രീനിവാസ് സ്ഥലത്തില്ലാത്ത തക്കം നോക്കി വീരപ്പൻ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വീരപ്പൻ രക്ഷപ്പെട്ടതിൽ ശ്രീനിവാസ് നിരാശനായി. 1987 വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ചിദംബരത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ വീരപ്പൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇത്തവണ ശ്രീനിവാസ് വീരപ്പന്റെ ഗോപിനാഥം ഗ്രാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പോലീസ് മുൻപ് ഇവിടെ ആളുകളെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ശ്രീനിവാസ് വ്യത്യസ്തനായിരുന്നു. അവൻ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. റോഡുകളും ക്ഷേത്രങ്ങളും വീടുകളും നിർമ്മിച്ചു. സ്വന്തം ശമ്പളം പോലും ഇതിനായി ചെലവഴിച്ചു. വീരപ്പന്റെ സഹോദരിക്ക് ജോലി നൽകി. അങ്ങനെ ഗ്രാമീണരുടെ ഹൃദയം കീഴടക്കി ഒരു രഹസ്യാന്വേഷണ ശൃംഖല സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രീനിവാസിന് ലഭിച്ചു തുടങ്ങിയതോടെ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ പോലീസ് ജീപ്പിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ വിവരദാതാക്കളെ വീരപ്പന്റെ ആളുകൾ തിരിച്ചറിഞ്ഞു. ആ വിവരം വീരപ്പനിലെത്തിയപ്പോൾ അവൻ അവരെ ക്രൂരമായി കൊലപ്പെടുത്തി. അവരുടെ തലയറുത്ത് ഗ്രാമത്തിൽ പ്രദർശിപ്പിച്ചത് കണ്ടതോടെ ആളുകളുടെ മനസ്സിൽ വീരപ്പനോടുള്ള ഭയം ഇരട്ടിച്ചു. പിന്നീട് ശ്രീനിവാസിന് ഒരു വിവരവും ലഭിച്ചില്ല. 1990 മുത്തുലക്ഷ്മിയെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുമ്പോൾ അവന്റെ വലിയൊരു ചന്ദനക്കടത്ത് ഇടപാടിനെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. പോലീസ് മിന്നൽ വേഗത്തിൽ ആ സ്ഥലം വളഞ്ഞു. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വീരപ്പൻ തന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ചന്ദനത്തടി ഉപേക്ഷിച്ച് കാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ നഷ്ടം അവനെ കടുത്ത ദേഷ്യത്തിലാക്കി. എന്നാൽ ആ ദേഷ്യം ഒരു തുടക്കം മാത്രമായിരുന്നു. അധികം വൈകാതെ തന്റെ സഹോദരി മാരി ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത വീരപ്പനെ തേടിയെത്തി. ഈ ദുരന്തത്തിന് പിന്നിൽ പി ശ്രീനിവാസ് ആണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം ശ്രീനിവാസ് തന്റെ സഹോദരിയെ സഹായിച്ചപ്പോൾ മുതൽ അവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഈ ആത്മഹത്യയ്ക്ക് ശ്രീനിവാസ് കാരണക്കാരനാണെന്ന് വിശ്വസിച്ച വീരപ്പൻ പ്രതികാരത്തിനായി ദാഹിച്ചു. മുൻപ് ശ്രീനിവാസ് തന്നെ അറസ്റ്റ് ചെയ്തതും തന്റെ ഇടപാടുകൾ തകർത്തതും വീരപ്പന്റെ മനസ്സിൽ ഒരു അഗ്നിയായി ആളിക്കത്തിയിരുന്നു. ഇപ്പോൾ സഹോദരിയുടെ മരണം കൂടി അതിന് ഇന്ധനമായി മാറിയതോടെ പ്രതികാരം അവന്റെ ഒരേ ഒരു ലക്ഷ്യമായി മാറി. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പ്രതികാരം ചെയ്യാൻ വീരപ്പനൊരു അവസരം ലഭിച്ചു. 1991 ജൂലൈയിൽ പി ശ്രീനിവാസന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ കാലാവധി അവസാനിച്ചതോടെ അദ്ദേഹത്തിന് നൽകിയിരുന്ന സുരക്ഷാ അകമ്പടി കുറഞ്ഞു. ഈ തക്കം നോക്കി വീരപ്പൻ തന്റെ ഇളയ സഹോദരൻ അർജുനൻ വഴി ശ്രീനിവാസന് ഒരു സന്ദേശം അയച്ചു. താൻ കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷേ അതിന് ശ്രീനിവാസ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് വരണം. ഇതൊരു കൊടും ചതിയായിരുന്നു. പക്ഷേ വീരപ്പന്റെ കെണിയിൽ ശ്രീനിവാസ് വീണു. ഭയലേശമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടിലേക്ക് യാത്ര തുടങ്ങി. കാടുകളിലെത്തിയ ശ്രീനിവാസനെ വീരപ്പൻ ക്രൂരമായി കൊലപ്പെടുത്തി. ശ്രീനിവാസന്റെ തലയറുത്ത് വീരപ്പൻ തന്റെ കൂട്ടാളികളോടൊപ്പം ഫുട്ബോൾ കളിച്ചുവെന്ന് പറയപ്പെടുന്നു. ഈ അതിക്രൂരമായ കൊലപാതകം രാജ്യം മുഴുവൻ ഞെട്ടിച്ചു. വീരപ്പന്റെ ക്രൂരതയുടെ കഥകൾ ഇന്ത്യയൊട്ടാകെ പരന്നു. ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലെ പോലീസിനെ വീരപ്പൻ മുട്ടുകുത്തിച്ചു. ഒരു സംസ്ഥാനത്തെ പോലീസ് അവനെ പിന്തുടരുമ്പോൾ അവൻ മറ്റൊരു സംസ്ഥാനത്തെ കാടുകളിലേക്ക് മാറിയൊളിക്കും. ഇത് പോലീസിന് വലിയ വെല്ലുവിളിയായി. അതിനാൽ 1992 കർണാടകയും തമിഴ്നാടും ഒരുമിച്ച് ചേർന്ന് ഒരു സംയുക്ത സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. വീരപ്പനെ പിടികൂടാനുള്ള ചുമതല വാൾട്ടർ ദേവറാം എന്ന ഉദ്യോഗസ്ഥന് നൽകി. STF രൂപീകരിച്ചതിനു ശേഷം 1992 ഫെബ്രുവരിയിൽ കർണാടക ടാസ്ക് ഫോഴ്സ് വീരപ്പന്റെ ഒളിത്താവളത്തിൽ റെയ്ഡ് നടത്തി. വീരപ്പന്റെ വലങ്കൈയായിരുന്ന ഗുരുനാഥനെ അവർ വധിച്ചു. ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്
SI ഷക്കീൽ അഹമ്മദായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം വീരപ്പൻ 3 മാസത്തേക്ക് ശാന്തനായിരുന്നില്ല. അയാൾ രാംപുര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ കൊന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന വീരപ്പൻ STFന് ഒരു വലിയ വെല്ലുവിളിയായി. അവർ അവന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ സമയം വീരപ്പൻ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. ആനക്കൊമ്പ് കച്ചവടത്തെക്കുറിച്ചൊരു വ്യാജ വാർത്ത പരത്തി. ഈ വാർത്ത വിശ്വസിച്ച് 1992 ഓഗസ്റ്റ് 14-ന് SP ഹരികൃഷ്ണനും SI ഷക്കീൽ അഹമ്മദും അവരുടെ സംഘത്തോടൊപ്പം കാട്ടിലെത്തി. വീരപ്പൻ പതിഞ്ഞിരുന്ന് അവരെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ഹരികൃഷ്ണനും ഷക്കീൽ അഹമ്മദും ഉൾപ്പെടെ 5 പോലീസുകാർ കൊല്ലപ്പെട്ടു. തന്റെ അടുത്ത ഇരയെ കാത്തിരുന്ന വീരപ്പൻ ഇത്തവണ ലക്ഷ്യമിട്ടത് IPS ഓഫീസറായ K ഗോപാലകൃഷ്ണയായിരുന്നു. 1993-ൽ കൊല്ലേഗൽ ഗ്രാമത്തിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വീരപ്പൻ ഗോപാലകൃഷ്ണയെ പരസ്യമായി വെല്ലുവിളിച്ചു. ഈ വാർത്ത ആ പ്രദേശത്ത് വലിയ കോളിളക്കമുണ്ടാക്കി. ഒരു ഭയങ്കരമായ വെല്ലുവിളിയായിരുന്നു K ഗോപാലകൃഷ്ണന് വീരപ്പൻ നൽകിയത്. വീരപ്പന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഗോപാലകൃഷ്ണൻ തന്റെ സംഘത്തോടൊപ്പം കാട്ടിലേക്ക് യാത്ര തുടങ്ങി. എന്നാൽ ഗോപാലകൃഷ്ണന് മുന്നിൽ മറ്റൊരു ബസ്സിലായി 15 രഹസ്യ വിവരദാതാക്കളും 7 ഉദ്യോഗസ്ഥരും യാത്ര ചെയ്തിരുന്നു. വീരപ്പൻ അവരുടെ നീക്കങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ബസ് പാലാർ പാലത്തിനടുത്തേക്ക് വന്നപ്പോൾ വീരപ്പൻ വഴിയിൽ സ്ഥാപിച്ചിരുന്ന ലാൻഡ് മൈനുകൾ പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. അതിലുണ്ടായിരുന്ന 22 പേരും കൊല്ലപ്പെട്ടു. ഗോപാലകൃഷ്ണൻ മറ്റൊരു വാഹനത്തിലായതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു. 9 ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. പോലീസ് സേനയ്ക്ക് ഈ സംഭവം വലിയൊരു നാണക്കേടായി. അതോടെ STF തങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. വീരപ്പന്റെ ഗ്രാമത്തിൽ അവർ ശക്തമായ തിരച്ചിൽ തുടങ്ങി. 1993 മെയ്യിൽ പോലീസ് വീരപ്പന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ഭാര്യ മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം അവരെ വിട്ടയച്ചു. വീരപ്പന്റെ ഭാര്യയെ വിട്ടയച്ചെങ്കിലും തമിഴ്നാട് സർക്കാർ കൂടുതൽ കർശനമായ നടപടിയിലേക്ക് കടന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനൊപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയും അവർ രംഗത്തിറക്കി. ഈ പുതിയ നീക്കം ഫലം കണ്ടു. 1993 ജൂലൈയിൽ BSF നടത്തിയ ഒരു ഓപ്പറേഷനിൽ വീരപ്പന്റെ 19 കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിനു ശേഷം 1993 ഓഗസ്റ്റിൽ BSFും വീരപ്പനും സംഘവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. അതിൽ 18 വീരപ്പൻ അനുയായികളും 3 BSF ജവാന്മാരും കൊല്ലപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിലും ഈ ഏറ്റുമുട്ടലുകൾ തുടർന്നു. ചിലപ്പോൾ പോലീസ് വീരപ്പന്റെ ആളുകളെ കൊന്നൊടുക്കി. മറ്റു ചിലപ്പോൾ വീരപ്പൻ ഒളിഞ്ഞും തെളിഞ്ഞും പോലീസിനെ ആക്രമിച്ചു. കാടുകൾ പോലീസിനും വീരപ്പനും ഇടയിലുള്ള ഒരു യുദ്ധക്കളമായി മാറി. കാടിന്റെ രാജാവായ വീരപ്പനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. 2 സംസ്ഥാനങ്ങളിലെ പോലീസിനും തകർക്കാൻ കഴിയാത്ത ഒരു സാമ്രാജ്യം അവൻ കാടുകളിൽ സ്ഥാപിച്ചു. പോലീസിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇതിനിടെ വീരപ്പൻ പുതിയൊരു കളി തുടങ്ങി. പണവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയ പിന്തുണ നേടാൻ അവൻ ശ്രമിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രമുഖരെയും തട്ടിക്കൊണ്ടുപോയി അവരുടെ മോചനത്തിനായി തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. 1997 ജൂലൈ 13-ന് വീരപ്പന്റെ ഭീകരഭരണത്തിന്റെ അടുത്ത അധ്യായം ആരംഭിച്ചു. ബൂരട വനത്തിൽ നിന്ന് അവൻ 10 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി. അവരെ മോചിപ്പിക്കാൻ വീരപ്പൻ ഒരു അസാധാരണ ആവശ്യം മുന്നോട്ട് വെച്ചു. സർക്കാർ ഔദ്യോഗികമായി മാപ്പു പറയണം. 7 ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം സർക്കാർ വീരപ്പന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും ബന്ദികളാക്കി എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വീരപ്പന്റെ തട്ടിക്കൊണ്ടുപോകൽ നാടകം അവിടെ അവസാനിച്ചില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1997 ഒക്ടോബർ 8-ന് വനത്തിൽ ഡോക്യുമെന്ററി നിർമ്മിക്കാൻ പോയ വന്യജീവി ചലച്ചിത്ര നിർമ്മാതാക്കളായ കൃപാകരനെയും സേനാനിയെയും അവൻ തട്ടിക്കൊണ്ടുപോയി. അവർ പോലീസിന്റെ ചാരന്മാരാണെന്ന് സംശയിച്ച വീരപ്പൻ 10 ദിവസത്തോളം അവരെ ചോദ്യം ചെയ്തു. സംശയം മാറിയപ്പോൾ അവരെ വിട്ടയച്ചു. തട്ടിക്കൊണ്ടുപോയി ശേഷം വിട്ടയച്ച ചലച്ചിത്ര നിർമ്മാതാക്കൾ വീരപ്പനെക്കുറിച്ച് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവിട്ടു. വന്യജീവികളോട് വീരപ്പന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കാട്ടിലെ മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുന്നതിൽ അവൻ അതിവിദഗ്ധനായിരുന്നു.
തന്റെ ഭീകരഭരണം കൂടുതൽ ശക്തമാക്കാൻ സ്വന്തം കുറ്റകൃത്യങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗുകൾ പോലും അവൻ പുറത്തുവിട്ടിരുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കൊള്ളക്കാരനും കള്ളക്കടത്തുകാരനുമായിരുന്നു വീരപ്പൻ. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. അതിനാൽ 2000-ൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടനായ രാജ്കുമാറിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവൻ രാജ്യം മുഴുവൻ ഞെട്ടിച്ചു. ഈ സംഭവം കർണാടക സർക്കാരിന് വലിയ സമ്മർദ്ദമുണ്ടാക്കി. വീരപ്പന്റെ പല ആവശ്യങ്ങൾക്കും വഴങ്ങാൻ സർക്കാർ നിർബന്ധിതരായി. രാജ്കുമാറിനെ മോചിപ്പിക്കാനുള്ള ചർച്ചകളിൽ തമിഴ് മാസികയായ നക്കീരൻ-ന്റെ എഡിറ്റർ ആർ ഗോപാൽ ഒരു പ്രധാന മധ്യസ്ഥന്റെ റോളിലുണ്ടായിരുന്നു. അദ്ദേഹം വീരപ്പനുമായി പലതവണ ചർച്ചകൾ നടത്തി. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് നീതി വേണം, തമിഴിനെ കർണാടകയുടെ രണ്ടാം ഭാഷയാക്കണം, തന്റെ കൂട്ടാളികളെ ജയിലിൽ നിന്ന് വിട്ടയക്കണം, കൂടാതെ 1000 കോടി രൂപ മോചനദ്രവ്യം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വീരപ്പൻ മുന്നോട്ട് വെച്ചത്. 10-ൽ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചിലത് ഇന്നും രഹസ്യമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം കാരണം കർണാടക മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ തമിഴ്നാട് സന്ദർശിച്ച് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം. കരുണാനിധിയുമായി ചർച്ച നടത്തി. ഒടുവിൽ 108 ദിവസത്തെ കഠിനാധ്വാനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം രാജ്കുമാറിനെ വീരപ്പൻ മോചിപ്പിച്ചു. എന്നാൽ ഈ മോചനത്തിന് വലിയ വില നൽകേണ്ടി വന്നതായി പിന്നീട് ആരോപണമുയർന്നു. അന്നത്തെ കർണാടക DGP ആയിരുന്ന സി ദിനാകർ തന്റെ വീരപ്പൻസ് പ്രൈസ് ക്യാച്ച് രാജ്കുമാർ എന്ന പുസ്തകത്തിൽ രാജ്കുമാറിനെ മോചിപ്പിക്കാൻ കർണാടക സർക്കാർ വീരപ്പനെ 20 കോടി രൂപ നൽകിയെന്ന് അവകാശപ്പെട്ടു. എങ്കിലും രാജ്കുമാറിന്റെ കുടുംബം ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ ഓർമ്മകൾ മായും മുൻപേ വീരപ്പൻ വീണ്ടും തന്റെ ക്രൂരതയുടെ അടുത്ത അധ്യായം തുറന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം കർണാടക മുൻ മന്ത്രിയായിരുന്ന എച്ച് നാഗപ്പയെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് അവൻ തട്ടിക്കൊണ്ടുപോയി. ഈ സംഭവം പോലീസിന്റെ ഉറക്കം കെടുത്തി. നാഗപ്പയെ രക്ഷിക്കാൻ കർണാടക, തമിഴ്നാട്, കേരള പോലീസ് സേനകൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇത്തവണ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. നാഗപ്പയെ രക്ഷിക്കാൻ പോലീസ് ശക്തമായ ഒരു നീക്കം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ആ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു. പോലീസിന് നാഗപ്പയെ രക്ഷിക്കാനോ വീരപ്പനെ പിടിക്കാനോ കഴിഞ്ഞില്ല. സർക്കാരിന്റെ ഈ നിലപാടിൽ അതീവ ദേഷ്യത്തിലായിരുന്ന വീരപ്പൻ താനുമായി ചർച്ചകൾക്ക് തയ്യാറാകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നാഗപ്പയെ കൊന്ന് വനത്തിൽ ഉപേക്ഷിച്ചു. ദക്ഷിണേന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ആ സംഭവത്തിനു ശേഷം വീരപ്പന് ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്കുള്ള പാരിതോഷികം കർണാടക സർക്കാർ 5 കോടിയായി ഉയർത്തി. ദാവൂദ് ഇബ്രാഹിമിന് പ്രഖ്യാപിച്ച പാരിതോഷികത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ തുകയായിരുന്നു അത്. ആനവേട്ട, ചന്ദനക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ക്രൂരതകളിലൂടെ വീരപ്പൻ കുപ്രസിദ്ധനായെങ്കിലും ജനങ്ങൾക്കും സർക്കാരുകൾക്കും അവനെ മടുത്തിരുന്നു. കർണാടകയ്ക്കും തമിഴ്നാടിനും ഒരുപോലെ തലവേദനയായി മാറിയ വീരപ്പനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണമായിരുന്നു. ഇതിനായി 2003 മുതൽ 2004 വരെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത STFന്റെ ചുമതല വിജയ് സമ്പന്നനായ IPS ഓഫീസർ കെ വിജയ്കുമാറിന് നൽകി. കാടുകളിലെ ഓരോ വഴിയും അറിയുന്ന വിജയ്കുമാർ വീരപ്പന്റെ കഥയ്ക്ക് ഒരു അവസാനം കുറിക്കാൻ നിയുക്തനായി. IPS ഓഫീസർ NK സെന്താമരൈ കണ്ണൻ അദ്ദേഹത്തിന് 2ാമത്തെ കമാൻഡറായി ഒപ്പമുണ്ടായിരുന്നു. വീരപ്പന് ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത STFന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. തെറ്റുകൾ ഒഴിവാക്കാൻ അവർ 10 മാസത്തോളം വീരപ്പനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഒരു ദിവസം വീരപ്പന്റെ പഴയ വീഡിയോകൾ പരിശോധിക്കവേ വിജയ്കുമാർ ഒരു നിർണായക സൂചന കണ്ടെത്തി. ഒരു വീഡിയോയിൽ വീരപ്പൻ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണിന്റെ കാഴ്ചക്കുറവ് കാരണം അത് അവന് സാധിക്കുന്നില്ല. വിജയ്കുമാറിന് മനസ്സിലായി, കാടിന്റെ രാജാവ് ദുർബലനായിരിക്കുന്നു, ഇതാണ് ശരിയായ സമയം. ഒരു നിമിഷം പോലും പാഴാക്കാതെ വിജയ്കുമാർ രഹസ്യ വിവരദാതാക്കളെ കൊണ്ട് ആ വിവരം ഉറപ്പിച്ചു. പോലീസുമായുള്ള നിരന്തര ഏറ്റുമുട്ടലുകളിൽ വീരപ്പന്റെ സംഘം 20 പേരായി ചുരുങ്ങിയിരുന്നു. കഴിഞ്ഞ 10 മാസമായി വിജയ്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനുകൾ അവന്റെ സാമ്രാജ്യം തകർത്തു. അതുകൊണ്ട് തന്നെ വീരപ്പൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പദ്ധതിയിട്ടു. ഈ തക്ക മുതലെടുക്കാൻ വിജയ്കുമാറും സെന്താമരൈ കണ്ണനും ഒരു പദ്ധതി തയ്യാറാക്കി. വീരപ്പന്റെ സംഘത്തിലെ ചിലരെ പോലീസിന്റെ രഹസ്യവിവര ദാതാക്കളാക്കുക. ഈ ദൗത്യം ഏറ്റെടുത്തത് സെന്താമരൈ കണ്ണനായിരുന്നു. നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ വീരപ്പന്റെ 2 കൂട്ടാളികളെ രഹസ്യവിവര ദാതാക്കളാക്കാൻ കണ്ണന് കഴിഞ്ഞു. ഒരാൾ വീരപ്പനോടൊപ്പം കാടിനുള്ളിൽ പ്രവർത്തിക്കുന്നവനും
മറ്റൊരാൾ പുറത്തുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്നവനുമായിരുന്നു. ഇവർ വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ണന് കൈമാറാൻ തുടങ്ങി. കാടിലെ വിവരം പുറത്തെയാളും പുറത്തെ വിവരം കണ്ണനും കൈമാറി. അങ്ങനെ വീരപ്പന്റെ എല്ലാ നീക്കങ്ങളും STFന് അറിയാൻ കഴിഞ്ഞു. ഒരാഴ്ചത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൻ വീരപ്പൻ കാടിന് പുറത്തുവരുന്ന ദിവസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ രഹസ്യവിവരദാതാവിന് നിർദ്ദേശം നൽകി. രണ്ടാമത്തെ രഹസ്യവിവരദാതാവ് ഈ വിവരം കണ്ണന് കൈമാറാനായി 2004 ഒക്ടോബർ 16 ഒരു ചായക്കടയിൽ വെച്ച് കൂടിക്കാഴ്ച നിശ്ചയിച്ചു. കണ്ണൻ രഹസ്യവേഷത്തിൽ കാറിൽ കാത്തിരുന്നു. അധികം വൈകാതെ ആദ്യത്തെ രഹസ്യവിവരദാതാവ് അവിടെയെത്തി. ചായ കുടിക്കുന്നതിനിടയിൽ അവൻ രണ്ടാമത്തെയാളോട് രഹസ്യമായി പറഞ്ഞു, അണ്ണൻ ഒക്ടോബർ 18 ചികിത്സയ്ക്കായി കാടിന് പുറത്തു വരും. സേലത്തിലെ ഒരാശുപത്രിയിൽ ചികിത്സ തേടാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ വിവരം പോലീസ് അറിയാതിരിക്കാൻ വീരപ്പൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അവന്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വലിയൊരു വാഹനം വേണമെന്നും രഹസ്യവിവരദാതാവ് കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ രഹസ്യവിവരദാതാവ് ഈ വിവരങ്ങൾ കണ്ണന് കൈമാറി. കണ്ണൻ ഉടൻ തന്നെ അത് വിജയ്കുമാറിനെ അറിയിച്ചു. വീരപ്പനെ പിടികൂടാൻ കാത്തിരുന്ന പോലീസിന് അതൊരു സുവർണാവസരമായിരുന്നു. കാടിനുള്ളിൽ അവനെ പിടികൂടുന്നത് അസാധ്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ വീരപ്പൻ കാടിന് പുറത്തു വരുന്ന ദിവസം അവന്റെ ജീവിതത്തിലെ അവസാന ദിവസമാക്കാൻ STF തീരുമാനിച്ചു. വീരപ്പനെ ചികിത്സയ്ക്കായി ആംബുലൻസിൽ ആശുപത്രിയിലെത്തിക്കാൻ STF പദ്ധതിയിട്ടു. ഈ ജോലി രഹസ്യവിവരദാതാവിനെ ഏൽപ്പിച്ചു. സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആംബുലൻസ് തിരഞ്ഞെടുത്തത്. എന്നാൽ തിടുക്കത്തിൽ ആംബുലൻസിന്റെ പേരെഴുതിയതിൽ ഒരക്ഷര തെറ്റ് വന്നു. സേലം എന്നതിന് പകരം സെലം എന്നാണ് എഴുതിയത്. അതൊരു വലിയ പിഴവായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് വീരപ്പനോ അവന്റെ കൂട്ടാളികളോ അത് ശ്രദ്ധിച്ചില്ല. ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ കൊക്കൂൺ എന്ന് പേരിട്ടു. അത് ആംബുലൻസിന്റെ രഹസ്യനാമമായിരുന്നു. ആംബുലൻസ് ആരോടിക്കുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. വിജയ്കുമാറും സെന്താമരൈ കണ്ണനും ഓപ്പറേഷനിൽ പങ്കെടുത്ത കമാൻഡോകളുമായി യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ആംബുലൻസിന്റെ ഡ്രൈവറും സഹായിയും STFന്റെ രഹസ്യ ഏജന്റുമാരായിരിക്കും. തന്റെ നീണ്ട മീശകൾക്ക് പേരുകേട്ട വീരപ്പൻ പുറത്തു വരുന്നതിന് മുൻപ് അത് വെട്ടിക്കളഞ്ഞു. ഒടുവിൽ 2004 ഒക്ടോബർ 18 രാത്രിയിൽ അവൻ തന്റെ 3 കൂട്ടാളികളോടൊപ്പം കാട്ടിൽ നിന്ന് പുറത്തു വന്ന് ആംബുലൻസിൽ കയറി. വിജയ്കുമാറിന്റെ ടീം കാത്തിരിക്കുകയായിരുന്നു. കമാൻഡോകൾ കരിമ്പ് നിറച്ച ട്രക്കിനും ലോറിക്കും പിന്നിൽ ഒളിച്ചിരുന്നു. 6 STF കമാൻഡോകൾ ഒരു സ്കൂളിന്റെ ടെറസിൽ AK-47 റൈഫിളുകളുമായി നിലയുറപ്പിച്ചു. സെന്താമരൈ കണ്ണൻ ഒരു വാനിൽ വന്ന് തന്റെ ടീമിന് നിർദ്ദേശങ്ങൾ നൽകി. ആംബുലൻസ് നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ അതിന്റെ ഡ്രൈവർ ഒരു രഹസ്യ കോഡ് നൽകി. ആദ്യം നീല ലൈറ്റും പിന്നീട് ഫോഗ് ലാമ്പും തെളിയിച്ചു. ഇത് STFന്റെ ഒരു രഹസ്യ കോഡായിരുന്നു. ഇതിനർത്ഥം ആംബുലൻസിനുള്ളിൽ വീരപ്പൻ മാത്രമല്ല, മറ്റു സഹയാത്രികരുമുണ്ട്, അവർ ആയുധധാരികളാണ് എന്നായിരുന്നു. കോഡ് മനസ്സിലാക്കിയ സെന്താമരൈ കണ്ണൻ ഉടൻ തന്നെ വിജയ്കുമാറിനും ടീമിനും മുന്നറിയിപ്പ് നൽകി. ആംബുലൻസ് പോലീസുകാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ ഒരു ട്രക്ക് ഉപയോഗിച്ച് വഴി തടഞ്ഞു. ഇതോടെ ആംബുലൻസ് ഡ്രൈവർ ശക്തമായി ബ്രേക്ക് ചെയ്തു. ഇത് കാരണം ആംബുലൻസിനുള്ളിലിരുന്ന വീരപ്പനും കൂട്ടാളികളും നിലതെറ്റി വീണു. അടുത്ത നിമിഷം ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്ന 2 STF കമാൻഡോകൾ പുറത്തേക്ക് ചാടി തങ്ങളുടെ ടീമിനൊപ്പം ചേർന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് വീരപ്പൻ മനസ്സിലാക്കുന്നതിന് മുൻപ് STF അവനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കെണി മനസ്സിലാക്കിയ വീരപ്പൻ കീഴടങ്ങാൻ തയ്യാറായില്ല. പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് വീരപ്പനും കൂട്ടാളികളും പോലീസിന് നേരെ വെടിയുതിർത്തു. STFും ശക്തമായി തിരിച്ചടിച്ചു. 20 മിനിറ്റിനുള്ളിൽ 338 റൗണ്ട് വെടിയുതിർത്തു. ഈ വെടിവെപ്പിൽ വീരപ്പനും കൂട്ടാളികളും കൊല്ലപ്പെട്ടു. വീരപ്പന്റെ മരണവാർത്ത തമിഴ്നാട് കർണാടക സർക്കാരുകൾക്ക് വലിയ ആശ്വാസമായി. അവരുടെ ഏറ്റവും വലിയ തലവേദന അവസാനിച്ചു. വീരപ്പന്റെ മരണത്തിൽ ആളുകൾ സന്തോഷിച്ചു. അവന്റെ ഗ്രാമത്തിലെ ആളുകൾ പടക്കം പൊട്ടിച്ചാഘോഷിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പിന്നീട് ഓപ്പറേഷൻ കൊക്കൂൺ വിജയിപ്പിച്ച എല്ലാവരെയും തമിഴ്നാട് സർക്കാർ ആദരിച്ചു. വീരപ്പന്റെ ക്രൂരതകൾക്ക് പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്തിരുന്നു. അഴിമതിക്കാരായ പോലീസുകാർ വിവരങ്ങൾ ചോർത്തി നൽകിയത് കാരണം വീരപ്പൻ പലപ്പോഴും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വീരപ്പനെ പിടികൂടാൻ കർണാടകയും തമിഴ്നാടും 20 വർഷം കൊണ്ട് 220 കോടി രൂപ ചെലവഴിച്ചു.
എന്നിട്ടും പോലീസിന് അവനെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ല. വീരപ്പന്റെ മരണശേഷം മീഡിയയിൽ പല കഥകളും പ്രചരിച്ചു. പോലീസ് അവനെ 3 ദിവസം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നും അവൻ കീഴടങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് അവസരം നൽകിയില്ല എന്നും അഭ്യൂഹങ്ങളുണ്ടായി. വീരപ്പന് ജീവനോടെ പിടികൂടിയിരുന്നെങ്കിൽ പല രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കുടുങ്ങുമായിരുന്നുവെന്ന് ചിലർ വിശ്വസിച്ചു. എന്നാൽ എന്താണ് സത്യമെന്നുള്ള ആ രഹസ്യം വീരപ്പന്റെ മരണത്തോടെ എന്നേക്കുമായി ഒളിഞ്ഞു.